ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടി, തൃത്താല, തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം VS ജോയി, VT ബൽറാം, സന്ദീപ് വാര്യർ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും, തിരുവനന്തപുരം സെൻട്രലിൽ KS ശബരിനാഥനും, പീരുമേട്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യറും പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഉദുമയിൽ BP പ്രദീപ് കുമാർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ്, തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദ്, പയ്യന്നൂരിൽ മുഹമ്മദ് ഷമാസ്, കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി, പേരാമ്പ്രയിൽ VR അനൂപ്, കൊയിലാണ്ടിയിൽ KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ്, തവനൂരിൽ AM രോഹിത്, പട്ടാമ്പിയിൽ റിയസ് മുക്കോളി, കുന്നംകുളത്ത് സോയ ജോസഫ്, മണലൂരിൽ ശോഭ സുബിൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കോതമംഗലത്ത് ജിൻഡോ ജോൺ, അമ്പലപ്പുഴയിൽ AR കണ്ണൻ, കായംകുളത്ത് അരിത ബാബു, കാഞ്ഞിരപ്പള്ളിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, കഴക്കൂട്ടത്ത് JS അഖിൽ, ചിറയിൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷഫീർ, വർക്കലയിൽ MJ ആനന്ദ്, അരുവിക്കരയിൽ MR ബൈജു തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. നിർദ്ദിഷ്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ യുവമുഖങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് വിവരം. അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും AICC നേരിട്ടാകും മേൽനോട്ടം വഹിക്കുക. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ വിശദമായ വിവരങ്ങളുമായി. ഡാൻ, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും എന്തായാലും UDF ക്യാമ്പിലുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിനെ സ്ട്രെച്ച് ചെയ്ത് നിർത്തുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് AICCയുടെ ഈ സർവേ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നത്. എന്തൊക്കെയാണ് ആവനാഴിയിൽ AICC കരുതി വെക്കുന്ന ഈ അസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയ്ക്ക്? ഒരു തവണ കൂടി കേരളം നഷ്ടപ്പെട്ടാൽ തിരികെ അധികാരത്തിലേക്ക് എത്തുക ഏറെ പ്രയാസകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനം AICC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേൽത്തട്ടിലെ തമ്മിലടി ഒരു തരത്തിലും ജയസാധ്യതകളെ ബാധിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അടക്കം നേരിട്ട് മേൽനോട്ടം വഹിക്കാനുള്ള AICCയുടെ തീരുമാനം. AICCയുടെ ഒരു പ്രത്യേക കോർ കമ്മിറ്റി ആയിരിക്കും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുമൊക്കെ ചുക്കാൻ പിടിക്കുക. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്നതായിരിക്കും ഈ കോർ കമ്മിറ്റി. അവരുടെ പ്രവർത്തനം വൈകാതെ തന്നെ കേരളത്തിൽ തുടക്കമിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടയിലാണ് 3 തിരിച്ചുകൊണ്ട് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയിക്കുമെന്ന ഉറപ്പുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ എന്നാൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ, ഇങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. അതിൽ 3ാം വിഭാഗത്തിൽപ്പെടുന്ന C ക്ലാസ് മണ്ഡലങ്ങളിലേക്കാണ് യുവമുഖങ്ങളെ നേരത്തെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനായി കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് AICC എത്തുന്നത്. അവിടെയാണ് ശ്രദ്ധേയമായ പല മുഖങ്ങളും, അതായത് തൃശൂരിൽ സന്ദീപ് വാര്യരെ കളത്തിലിറക്കുന്നതോടെ BJP വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് AICC നേതൃത്വം. അങ്ങനെയാണ് സന്ദീപ് വാര്യരെ തൃശൂരിൽ കളത്തിലിറക്കാനുള്ള നീക്കം. തൃത്താലയിൽ VT ബൽറാമിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് AICCയുടെ പ്രതീക്ഷ. അതോടൊപ്പമാണ് അബിൻ വർക്കിയെ ചെങ്ങന്നൂരിൽ ഇറക്കുന്നു. അതോടൊപ്പം പീരുമേട്ടിൽ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യർ, കാഞ്ഞിരപ്പള്ളിയിൽ KSUവിന്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ തുടങ്ങിയ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം ജില്ലയിലടക്കം പ്രാദേശികമായി സ്വീകാര്യരായ അല്ലെങ്കിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ, യുവമുഖങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന യുവമുഖങ്ങൾക്ക് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും മുൻഗണന ലഭിക്കുക ഈ പട്ടികയിൽ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മലപ്പുറം DCC പ്രസിഡന്റും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് വലിയ തരത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന VS ജോയിയെ തിരുവമ്പാടിയിൽ, അതായത് ലീഗിന്റെ സീറ്റാണ് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് VS ജോയിയെ അവിടെ കളത്തിലിറക്കാനുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ
പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അത് UDF-ലെ ഘടകകക്ഷികളുമായി വിശദമായ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും തിരുവമ്പാടിയിൽ VS ജോയിയെ കളത്തിലിറക്കി അവിടെ നിന്ന് യുവമുഖമായി നിയമസഭയിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ പ്ലാനാണ് AICC മുമ്പിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയം അടക്കം തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും AICC നേരിട്ട് ചുക്കാൻ പിടിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ തരത്തിൽ യുവ വനിതാ പ്രാതിനിധ്യം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി വരുന്ന 2-ാം തീയതി DCC ഭാരവാഹികളുടെയും KPCC ഭാരവാഹികളുടെയും യോഗം ഇന്ദിരാഭവനിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പാണ് AICC നടത്തിയ സർവേയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഡാൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ CPM ഒക്കെ ഇതിനെ ആലോചിക്കുന്നതിന് മുൻപേ രാഹുൽ ബ്രിഗേഡ് എന്ന പേരിൽ ഒരു കൂട്ടം യുവ നേതാക്കളെ ഇറക്കി ഇങ്ങനെ ഒരു സക്സസ് ഫോർമുല മുൻപ് തന്നെ AICC പരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് വലിയ മാറ്റം ഈ ജനപ്രതിനിധികളുടെ നമ്മൾ നോക്കുമ്പോൾ ആ പട്ടിക നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനെ അംഗീകരിക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തയ്യാറാവുമോ എന്നതാണ്. അവർ ഓരോരുത്തരും ഇപ്പൊ ഈ നമ്മൾ കണ്ട പട്ടികയിലെ പല സീറ്റും ലക്ഷ്യമിട്ട് എത്രയോ കാലമായി ഇരിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ട്. ഇപ്പോൾ തന്നെ ഈ നിലമ്പൂരിൽ കണ്ട ഒരു യൂത്ത് സ്റ്റൈൽ, അതിനൊക്കെ എതിരെ അവർക്ക് ഇടയിൽ പ്രതിഷേധമുണ്ട്. അവർ പലയിടത്തായി റീൽസ് അല്ല രാഷ്ട്രീയം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ തർക്കമില്ലാതെ ഈ പട്ടികയെ അംഗീകരിപ്പിക്കുക അല്ലെങ്കിൽ ഈ പട്ടികയിലുള്ള ആളുകളെ കൊണ്ടുവരിക എന്നത് എത്രത്തോളം വലിയ വെല്ലുവിളിയാവും? ശ്രീജ, ക്യാപ്റ്റൻ തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞ വിവാദങ്ങൾ അത് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടാണ് നേതാക്കളുടെ വായടപ്പിച്ചത്. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലും സമാനമായ തരത്തിലുള്ള കലാപക്കളി ഉയരാനുള്ള സാധ്യത ഒരു വശത്തുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുതിർന്ന നേതാക്കളെ, അതായത് അസംതൃപ്തരായ മുതിർന്ന നേതാക്കളെ, ക്യാപ്റ്റൻ വിവാദത്തിൽ അടക്കം അസംതൃപ്തി നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ച മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകേണ്ടതിന് അനിവാര്യത രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും നേരിട്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. വൈകാതെ തന്നെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനാണ് സാധ്യത. അതിന് മുന്നോടിയായി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന യുവമുഖങ്ങൾക്ക് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് പ്രവർത്തനം സജീവമാക്കാനുള്ള നിർദ്ദേശം യുവ സംവിധാനങ്ങളെ മുഴുവൻ, സംഘടനാ സംവിധാനങ്ങളെ മുഴുവൻ ഒപ്പം ചേർത്തുകൊണ്ട് പ്രവർത്തനം സജീവമാക്കാനുള്ള നിർദ്ദേശം നേരത്തെ നൽകാനുള്ള തയ്യാറെടുപ്പാണ് AICCയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി എതിർപ്പുകൾ ഉയരാം, അമർഷങ്ങൾ ഉയരാം. അവരെ പറഞ്ഞ് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജയം മാത്രം ലക്ഷ്യമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നൊരു സ്ട്രാറ്റജി അജണ്ട മുമ്പോട്ട് വെച്ചുകൊണ്ടായിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ തിരിച്ചുവരവ് അത്ര എളുപ്പമാവില്ല. ഒരു വശത്താണെങ്കിൽ നമ്മൾ കാണുന്നത് മൂന്നാം തവണയും തുടർ ഭരണം എന്നത് ഉറപ്പാണ് എന്ന മട്ടിൽ ആത്മവിശ്വാസത്തോടെ പോകുന്ന LDF-നെയും CPM-നെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫോർമുല ഏതൊക്കെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? വിജയസാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓരോയിടത്തും നമ്മൾ ഈ പട്ടിക വ്യക്തിപരമായി നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ മേഖലയിലും സ്വാധീനമുള്ള യുവ നേതാക്കളെ തന്നെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കമ്പോസിഷൻ എത്രത്തോളം കൃത്യമാണ്? ഇപ്പോൾ തൃശ്ശൂരിൽ സന്ദീപ് വാര്യരായാലും തൃത്താലയിൽ VT ബൽറാം ആയാലും ഒക്കെ നമുക്കറിയാം അതത് ഇടങ്ങളിൽ സ്വാധീനം, മറ്റ് പല ഘടകങ്ങൾ, ഇതൊക്കെ പരിഗണിച്ച് ഈ പട്ടിക എത്രത്തോളം സമഗ്രമാണെന്നാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവിടെ ശ്രീജ എടുത്തു പറയേണ്ട കാര്യം, ആദ്യഘട്ടത്തിൽ AICC നേരിട്ട് ഒരു സർവേ നടത്തുന്നു. പിന്നീട് സുനിൽ കനുകൂലിന്റെ, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകൂലിന്റെ നേതൃത്വത്തിലുള്ള ടീം കേരളത്തിലൊരു സർവേ നടത്തുന്നു. അതിനുശേഷം AICCയുടെ അറിവോടെ തന്നെ മൂന്നാമത് മറ്റൊരു സർവേ കൂടി പൂർത്തിയാകുന്നു. ഈ 3 സർവേകളിലും ഒരേപോലെ പല ഫാക്ടേഴ്സാണ് പരിഗണിച്ചത്. സാമുദായിക പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, ജനസ്വീകാര്യത, ഇത് മുഴുവൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഉറപ്പുള്ള സീറ്റുകളിലേക്ക് പ്രവർത്തനം അല്പം വൈകിയാണ് തുടങ്ങുന്നതെങ്കിലും കടുത്ത പോരാട്ടം നടക്കാനുള്ള മണ്ഡലങ്ങളിൽ കാലേക്കൂട്ടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നൊരു പ്ലാനാണ് ഈ സർവേയിലൂടെ AICC ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ടീം കേരളത്തിൽ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. പ്രചാരണത്തിൽ അടക്കം മുഖ്യ പങ്കാളിത്തം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടേതും ആയിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ദക്ഷിണേന്ത്യയിൽ കേരളം നഷ്ടപ്പെട്ടാൽ പിന്നെ ദക്ഷിണേന്ത്യയിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതാണ് എന്ന തിരിച്ചറിവിലാണ് സാധാരണയായി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ മാത്രം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്ന കോൺഗ്രസ് പതിവിന് വിപരീതമായി കാലേക്കൂട്ടി സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് കേരളം തിരിച്ചുപിടിക്കാനുള്ള നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്ത് മൂന്നാം വട്ട സർവേ പൂർത്തിയാക്കിയിരിക്കുകയാണ് AICC. അതിന്റെ ഭാഗമായാണ് ഈ യുവമുഖങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് ഔദ്യോഗികമായി ഈ നേതൃത്വത്തെ ഇങ്ങനെ ഒരു സർവേ നടക്കുന്നതും ആ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ അതിലേക്ക് വരേണ്ടി വരുമെന്നതുമൊക്കെ ഈ സംസ്ഥാനത്തെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പട്ടികയിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. രാഹുൽ ബ്രിഗേഡ് വന്ന സമയത്തൊക്കെ മുതിർന്ന നേതാക്കൾക്കൊക്കെ കുറെ അസംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു വിജയ മാതൃകയായി തന്നെ പിന്നീട് വരികയും ചെയ്തു. അവരാണ് ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസിന്റെ യുവമുഖങ്ങളിൽ പലരും. അന്നൊക്കെ അവരിൽ പലരും ഒരുപക്ഷെ KSUവിൽ നിന്നൊക്കെ നേരെ എത്തിയ ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിജയ ഫോർമുലയിൽ എത്രത്തോളം സംസ്ഥാന നേതൃത്വത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവാൻ വഴിയുണ്ട്? എടുത്തു പറയേണ്ട കാര്യം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയ കടുത്ത അമർഷം രേഖപ്പെടുത്തി രംഗത്തെത്തിയ പ്രവർത്തക സമിതി അംഗം കൂടിയായ K. സുധാകരനെ തെരഞ്ഞെടുപ്പിന്റെ കോർ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. പക്ഷേ തനിക്ക് ആ പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ല എന്ന് K. സുധാകരൻ അറിയിച്ചതോടെയാണ് മറ്റൊരാളെ ആ കോർ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ നായകത്വം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ മണ്ഡലം തിരിച്ചുള്ള ഒരു പട്ടിക AICC തയ്യാറാക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് എങ്കിൽ ഏത് വിധേനയും അധികാരത്തിലേക്ക് എത്തുക. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ഓരോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും പറയുന്നത് 100 സീറ്റുകൾക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് UDF അധികാരത്തിലേക്ക് വരുമെന്നാണ്. അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾക്ക് ഒപ്പം കടുത്ത പോരാട്ടം നടത്തി മണ്ഡലം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന തലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വളരെ കാലക്കൂട്ടി തന്നെ പ്രവർത്തനം കേന്ദ്രീകരിക്കുക എന്നൊരു തന്ത്രം കൂടി AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഈ C ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് യുവമുഖങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു പരീക്ഷണത്തിന് നിർണായകമായ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറെടുക്കുന്നത്. മുതിർന്ന നേതാക്കളെ അതിന്റെ അനിവാര്യത പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തെരഞ്ഞെടുപ്പിന്റെ സംഘാടകത്വത്തിൽ അടക്കം ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി AICC മുമ്പോട്ടെത്തുക എന്നാണ് സൂചന. ഏറ്റവും പ്രധാനം KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകൾ കൊണ്ട് ഒരു വലിയ ആത്മവിശ്വാസമുള്ള ഒരു നേതൃത്വം അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള പ്രതിപക്ഷ നേതൃനിര എന്നൊക്കെയുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെയൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു പുതിയ കോമ്പിനേഷനിൽ പുതിയ യുവ നേതാക്കളുമായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അത് ഈ പാർട്ടിക്ക് നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ പാർട്ടിക്ക് നൽകുന്ന ഒരു ഊർജ്ജം എത്രത്തോളം ഉണ്ടാവും? നിലമ്പൂരിൽ ഒരു തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾ മുഴുവൻ പരസ്യമായി നേതൃത്വത്തിനെതിരെ വാക്പോരുമായി രംഗത്തെത്തിയിരുന്നു. ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയേനെ. പക്ഷേ അതുണ്ടായില്ല. അവിടെ ഉറച്ച നിലപാട് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് വലിയ ഭൂരിപക്ഷത്തിൽ അൻവർ ഫാക്ടർ ഇല്ലാതെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെ UDFനെ വിജയം നേടിക്കെടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഒക്കെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ ഒരു ഫോർമുല തന്നെ വീണ്ടും പരീക്ഷിക്കാനുള്ള AICC നേതൃത്വത്തിന്റെ നിർണായക തീരുമാനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ പൊട്ടിത്തെറികളുടെ കാലമാണ്. നമുക്കറിയാം, സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടിക്കെതിരെ പരസ്യമായ ഏറ്റുമുട്ടലിന് ഇറങ്ങിത്തിരിച്ച ഒരുപാട് നേതാക്കളുടെ ചരിത്രം കോൺഗ്രസിന് പിന്നിലുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം എങ്ങനെയാണോ അത്തരത്തിൽ പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു ഫോർമുലയാണ് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 1 മുതൽ 100 വരെയുള്ള എല്ലാ ഘടകങ്ങളിലും
AICCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുക ശരി എന്ന ഡാൻ, ലക്ഷ്യത്തോടെ ഞാൻ അതിന്റെ ഡാനിലേക്ക്